ഓം ശ്രീകൃഷ്ണായ നമഃ. ഇത് നാരായണീയത്തിലെ 7-ാമത്തെ ദശകം, ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ഭഗവാൻ ത്രിഗുണാത്മകവും സ്ഥൂലവുമായ വിരാട് പുരുഷയോഗം സ്വീകരിച്ചതിന് ശേഷം സത്വം രജസ് എന്ന 2 ഗുണം മാത്രമുള്ള സൂക്ഷ്മമായ ബ്രഹ്മാവിൻ്റെ സ്വരൂപം സ്വീകരിച്ചുവെന്ന് പറയുന്നു. ഭാഗവതം 2ാം സ്കന്ധം 9-ാം അധ്യായത്തിലെ കഥയാണ് ഈ ദശകത്തിൽ സംഗ്രഹിക്കുന്നത്. ശ്ലോകം 1. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂത്സ്ഫീതരജോ വികാര വികസൻ നാനാസി സൃക്ഷാരസാ. ഏവം ദേവ ചതുർദശാത്മക ജഗത് രൂപേണ ജാതഃ പുനഃ തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയേ ജാതഃ അസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭം അഖില ത്രൈലോക്യ ജീവ ആത്മകം യഹ അഭൂത് സ്ഫീത രജഃ വികാര വികസത് നാനാസി സൃക്ഷാ രസഃ. ദേവ ഏവം ചതുർദശാത്മക ജഗത് രൂപേണ ജാതഃ ത്വം. ദേവ ഇപ്രകാരം 14 ലോകങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട നിൻതിരുവടി പുനഃ സ്വയം തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയെ വീണ്ടും ആ ഇച്ഛയാൽ അതിൻ്റെ മുകളിൽ തന്നെ സത്യലോകസ്ഥാനത്ത് ബ്രഹ്മാവായി ജാതഃ അസി സൃഷ്ടികർത്താവായി പ്രത്യക്ഷപ്പെട്ടു. യം അഖില ത്രൈലോക്യ ജീവാത്മകം ഹിരണ്യഗർഭം ശംസന്തി. ആ ബ്രഹ്മാവിനെ 3 ലോകവും ചേർന്ന് വിരാട പുരുഷൻ്റെ ജീവാത്മാവായ ഹിരണ്യഗർഭനെന്ന് പറയുന്നു. യഹ ആ ഹിരണ്യഗർഭൻ സ്ഫീത രജോ വികാര വികസൻ നാനാസ്തി സൃക്ഷാരസഃ അഭൂത്. ആ ബ്രഹ്മാവ് രജോ ഗുണം വർദ്ധിച്ച് പലതരം സൃഷ്ടി നടത്തുവാൻ ആഗ്രഹമുള്ളവനായി ഭവിച്ചു. അല്ലയോ ദേവ, ഇപ്രകാരം 14 ലോകങ്ങളാകുന്ന സ്വരൂപത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ട അങ്ങ്, അതായത് വിരാട സ്വരൂപനായിട്ട് ജനിച്ചത് അത്ഭുതം തന്നെ. വീണ്ടും ആ ലോകങ്ങളുടെ മേൽഭാഗത്ത്, അതായത് സത്യലോകത്തിൽ ബ്രഹ്മാവായി ജാതനായി. അങ്ങനെ ജനിച്ച എല്ലാ ലോകങ്ങൾക്കും ജീവസ്വരൂപനായി തീർന്നിട്ടുള്ള, അതായത് 5 പ്രാണേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, 10 ഇന്ദ്രിയങ്ങൾ, ഇവയുടെ സമഷ്ടി രൂപനായ അങ്ങയെ ഹിരണ്യഗർഭനെന്ന് പറയുന്നു. ആ ഹിരണ്യഗർഭൻ തന്നിൽ ജനിച്ച രജോഗുണത്തിൻ്റെ വികാസത്താൽ പലതരത്തിലുള്ള സൃഷ്ടി ചെയ്യുന്നതിന് ഉത്സാഹമുള്ളവനായി തീർന്നു. ദേവ എന്ന സംബോധനയ്ക്ക് സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങളുള്ള വിരാട പുരുഷനായും സത്വം രജസ് എന്ന 2 ഗുണമുള്ള ബ്രഹ്മാവായും സത്വഗുണം മാത്രമായ വൈകുണ്ഠമൂർത്തിയായും നിർഗുണ ബ്രഹ്മമായും ക്രീഡിക്കുന്ന ഭഗവാനെ എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിൽ ജീവൻ്റെ സ്ഥിതി ശിരസിലാണല്ലോ. അതുപോലെ വിരാട പുരുഷൻ്റെ ജീവസ്ഥാനം വഹിക്കുന്ന ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത് വിരാട സ്വരൂപത്തിൽ ശിരസ്ഥാനം വഹിക്കുന്ന സത്യലോകത്തിലാണ്. എല്ലാ ജീവജാലങ്ങളുടെയും അഖണ്ഡ സമഷ്ടി രൂപമാണ് ബ്രഹ്മാവ്. 14 ലോകങ്ങളെ തന്നെയാണ് ത്രൈലോക്യമെന്ന് പറയുന്നത്. താഴെയുള്ള 7 ലോകവും പാതാളം, മുകളിലുള്ള 6 ലോകവും സ്വർഗം,
നടുവിലുള്ള ലോകം ഭൂമി. ഇങ്ങനെയാണ് ത്രൈലോക്യ വിഭാഗം. സത്വഗുണം വർദ്ധിച്ചാൽ ജ്ഞാനം വർദ്ധിക്കും, രജോ ഗുണം വർദ്ധിച്ചാൽ സൃഷ്ടിവാസന കൂടും, തമോ ഗുണം അജ്ഞാന സ്വരൂപമാണ്. രജോ ഗുണപ്രാധാന്യം ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂത്സ്ഫീതരജോ വികാരവികസൻ നാനാസി സൃക്ഷാരസ. ശ്ലോകം 2. സൃഷ്ടിശക്തി കൈവരുന്നതിന് തപസ് ചെയ്യണമെന്ന് ബ്രഹ്മാവിന് പ്രേരണ നൽകിയത് ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. സോയം വിശ്വവിസർഗദത്തഹൃദയ സംപശ്യമാനസ്വയം ബോധം ഖല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥിവാൻ താവത്വം ജഗതാം പദേ തപതപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുർവൻ തപഃ പ്രേരണാം. സഹ അയം വിശ്വവിസർഗ ദത്തഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം ചിന്താ ആകുലഃ തസ്തിവാൻ താവത് ത്വം ജഗതാം പദേ തപതപേ ഇതി ഏവം ഹി വൈഹായസി വാണീം ഏനം അശിശ്രവഃ ശ്രുതി സുഖാം കുർവൻ തപഃ പ്രേരണാം. സഹ അയം ആ ബ്രഹ്മാവ് വിശ്വവിസർഗ ദത്തഹൃദയഃ പ്രപഞ്ച സൃഷ്ടിക്ക് ഉത്സാഹിച്ച് പ്രപഞ്ച സൃഷ്ടി ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി സ്വയം സംപശ്യമാനഃ വിശ്വവിഷയം ബോധം ഖലു അനവാപ്യ ചിന്താകുലഃ തസ്തിവാൻ തന്നെത്താൻ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിനായി കുറേയധികം ധ്യാനിച്ചുവെങ്കിലും അതിനെ തീരെ ലഭിക്കാഞ്ഞിട്ട്, ആ ജ്ഞാനത്തെ തീരെ കിട്ടാഞ്ഞിട്ട് ചിന്ത പൂണ്ട് ദുഃഖിച്ചിരുന്നു. ജഗതാം പദേ ലോകനാഥ താവത് ത്വം തപപ്രേരണാം കുർവൻ. അപ്പോൾ നിൻ തിരുവടി തപസ്സിന് പ്രേരണ നൽകിക്കൊണ്ട്, തപസ് ചെയ്യുവാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ട്, തപ തപ ഇതി ഏവം ശ്രുതി സുഖാം തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നിങ്ങനെ കാതുകൾക്ക് ഇൻപമുളവാക്കുന്ന വാക്കുകളെ വൈഹായസീം വാണീം ഏന അശിശ്രവഃ ആ ബ്രഹ്മാവിനെ അശരീരി വാക്കുകളാൽ കേൾപ്പിച്ചു. പ്രപഞ്ച സൃഷ്ടി ചെയ്യുവാനുള്ള ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ബ്രഹ്മാവ് പലതരത്തിലുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൽ ഉത്സാഹത്തോടു കൂടി തനിയെ ആലോചിച്ചു. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നെല്ലാം ആലോചിച്ചു. പ്രപഞ്ചത്തെപ്പറ്റി ഒരു ബോധവും കിട്ടാതെ, ഒരു അറിവും കിട്ടാതെ വന്നപ്പോൾ ചിന്താകുലനായി തീർന്നു, ദുഃഖിച്ചിരുന്നു. അല്ലയോ ജഗദീശ്വര, അപ്പോൾ അങ്ങ് അദ്ദേഹത്തെ തപസ് ചെയ്യുവാനായി പ്രേരിപ്പിച്ചുകൊണ്ട് തപസ് ചെയ്യുക എന്നുള്ള ശ്രവണമധുരമായ ആകാശവാക്കിനെ ഒരു അശരീരി മൂലം അദ്ദേഹത്തെ ആ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു. ഈ പ്രപഞ്ചത്തിൽ സ്ഥാവരങ്ങളും ജംഗമങ്ങളും മറ്റും പലതരത്തിലും സൃഷ്ടിക്കണമെന്ന് ബ്രഹ്മാവിന് ആഗ്രഹമുണ്ടായി. എന്ത് സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എത്ര ആലോചിച്ചിട്ടും മനസ്സിൽ അതിൻ്റെ ഒരു തെളിവ് വരുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നർത്ഥം. ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ ആരെയും കാണുവാനുമില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ബ്രഹ്മാവ് ചിന്താമഗ്നനായിരുന്നു. അപ്പോഴാണ്
തപസ് ചെയ്യൂ എന്ന ഒരു അശരീരി വാക്കുകളെ കേട്ടത്. തപസ് എന്നാൽ ധ്യാനം തന്നെ. ശരീരത്തിനകത്തിരിക്കുന്ന ഭഗവാൻ നൽകിയതാണ് അശരീരി എന്ന ഉൾവിളി, തപസ് ചെയ്യുവാൻ വേണ്ടിയുള്ള ആ വാക്കുകളെ കേൾപ്പിച്ചത്. പ്രാകൃത പ്രളയം കഴിഞ്ഞ് ആദ്യം വരുന്ന ബ്രഹ്മകൽപ്പത്തിൽ എന്തൊക്കെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നറിയാതെ ചിന്തയിലാണ്ടുപോയ ബ്രഹ്മാവിനെയാണ് ഇവിടെ നാം കാണുന്നത്. പ്രളയത്തിന് മുൻപ് ഉണ്ടായിരുന്ന കൽപ്പത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവണം. മനസ്സിലായാൽ അതൊക്കെ ഇപ്പോഴും സൃഷ്ടിക്കാം. തപസ് കൊണ്ട് മാത്രമേ പൂർവകൽപ്പത്തിലെ പ്രപഞ്ചത്തിൻ്റെ ബോധം ഉണരുകയുള്ളൂ എന്ന് അശരീരി വാക്കിലൂടെ ഭഗവാൻ ബ്രഹ്മാവിനെ ഉപദേശിക്കുന്നു. ഓരോരുത്തരുടെയും കഴിവിനെ, ശക്തിയെ ഉണർത്തുവാൻ ധ്യാനം മൂലം സാധിക്കുമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതുതന്നെയാണ്. ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിനെ ശാന്തപ്പെടുത്തിയാൽ ഉൾവിളി പോലെ ഓരോ അറിവിനെയും ലഭിക്കും. ഫലം ലഭിക്കുന്നതുവരെ നിരന്തരമായി ധ്യാനം ചെയ്യണം. മുനിമാരും ഋഷികളുമെല്ലാം തപസ് ചെയ്തതുകൊണ്ടാണല്ലോ നമുക്ക് അവരുടെ അറിവിനെ പകർന്നു കിട്ടിയത്. ഞാൻ ആരാണെന്ന് അറിയുവാൻ ധ്യാനം ചെയ്യൂ, മനസ്സിനെ ശാന്തമാക്കി വയ്ക്കൂ, വെറുതെ ഇരിക്കൂ എന്നെല്ലാം രമണ മഹർഷിയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ശ്ലോകത്തിൽ കൂടി നാം മനസ്സിലാക്കുന്നത്, ധ്യാനം ചെയ്യുമ്പോൾ നമ്മളുടെ ബുദ്ധിശക്തിയും ജ്ഞാനശക്തിയും, അതായത് അറിവും കൂടും എന്നതിൻ്റെ ഒരു സൂചനയാണ്. നമുക്കും ധ്യാനം ചെയ്യുവാൻ പരിശ്രമിക്കാം, പരിശീലിക്കാം. സോയം വിശ്വവിസർഗദത്തഹൃദയ സംപശ്യമാനസ്വയം ബോധം ഖല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥസ്ഥിവാൻ താവത്വം ജഗതാം പദേ തപതപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുറുവൻ തപഃ പ്രേരണാം. ശ്ലോകം 3. ഭഗവാൻ തപസ് ചെയ്യൂ എന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് എന്തു ചെയ്തുവെന്ന് പറയുന്നു. കോസൗ മാമവദത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യതാം ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതാ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. കഹ അസൗ മാം അവദത് പുമാൻ ഇതി ജല ആപൂർണേ ജഗത് മണ്ഡലേ ദിക്ഷു ഉദീക്ഷ്യ കിം അഭി അനീക്ഷിതവതാ വാക്യ അർത്ഥം ഉത്പശ്യതാ ദിവ്യം വർഷസഹസ്രം ആത്തതപസാ തേന ത്വം ആരാധിതഃ തസ്മൈ ദർശിതവാൻ അസി സ്വനിലയം വൈകുണ്ഠം ഏകാദ്ഭുതം. കഹ അസൗ പൂമാൻ മാം അവദത് ഇതി. ഏതൊരാളാണ് എന്നോടിത് പറഞ്ഞത് എന്ന്. ജലാപൂർണെ ജഗത് മണ്ഡലേ ദിക്ഷു ഉദീക്ഷ്യ. വെള്ളം നിറഞ്ഞ ലോകങ്ങൾക്കകത്ത് എല്ലാ ദിക്കുകളിലും നോക്കിയിട്ട് കിമപി അനീക്ഷിതവത, ഒന്നും കാണാതിരുന്നപ്പോൾ വാക്യാർത്ഥം ഉത്പശ്യത, വാക്കിൻ്റെ അർത്ഥത്തെ ആലോചിച്ചറിഞ്ഞ് ദിവ്യം വർഷസഹസ്രം, 1000 ദിവ്യ സംവത്സരം കാലം ആതതപസ തേന, തപസ് ചെയ്ത ആ ബ്രഹ്മാവ് ആരാധിതഃ ത്വം, അങ്ങയെ സേവിച്ചപ്പോൾ സ്വനിലയം ഏകാദ്ഭുതം, താൻ വാണരുളുന്ന അത്യത്ഭുതമായ വൈകുണ്ഠം തസ്മൈ ദർശിതവാൻ അസി, വൈകുണ്ഠലോകം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. ലോകമെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സമയത്ത്
വേറെ ഒന്നിനെയും ആരെയും കണ്ടില്ല. അതിനാൽ എന്നോട് പറഞ്ഞ ഈ പുരുഷൻ ആരാണ് എന്ന് ചിന്തിച്ച് എല്ലാ ദിക്കിലും നോക്കിയിട്ട് ഒന്നും കാണാതെ വന്നപ്പോൾ കേട്ട വാക്കിൻ്റെ അർത്ഥത്തെ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്ന ആ വാക്കിനെ ആലോചിച്ച് 1000 ദിവ്യവത്സരം ഭഗവാനെ തന്നെ ആരാധിച്ച് തപസ് ചെയ്തു. അതിൽ പ്രസാദിച്ച അങ്ങ് ഏറ്റവും ആശ്ചര്യമായ അങ്ങയുടെ വാസസ്ഥാനമായ വൈകുണ്ഠത്തെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്ന് ഇവിടെ ഭട്ടതിരി വിവരിക്കുന്നു. 5-ാം ദശകത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ പ്രാകൃത പ്രളയത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ആദ്യം ജലത്തെ സൃഷ്ടിച്ചു. അതിലാണ് ബ്രഹ്മാണ്ഡരൂപനായ വിരാട പുരുഷനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. ആ വിരാട പുരുഷൻ്റെ ശിരസ്ഥാനത്താണ് ബ്രഹ്മാവ് ജനിച്ചത്. അപ്പോൾ ബ്രഹ്മാവിന് ചുറ്റും വെള്ളമല്ലാതെ ഒന്നും തന്നെ കാണുവാൻ സാധിച്ചില്ല. അതിനാലാണ് ലോകം മുഴുവനും ജലപൂർണമാണെന്നും 4 പുറവും നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ലെന്നും പറയുവാനുള്ള കാരണം. മനുഷ്യൻ്റെ 360 സംവത്സരമാണ് ഒരു ദിവ്യ സംവത്സരം. ബ്രഹ്മാവ് 100 ദിവ്യ സംവത്സരം തപസ് ചെയ്തു. ഇത്രയും കാലം തപസ് അനുഷ്ഠിച്ചതിനാലാണ് ബ്രഹ്മാവിന് ആശ്ചര്യമായ ഭഗവാന്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തെ ബ്രഹ്മാവിന് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. കോസൗ മാമവദത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യതാം ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതാ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. ശ്ലോകം 4. ഇനി വരുന്ന 3 ശ്ലോകങ്ങൾ കൊണ്ട് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത വൈകുണ്ഠലോകത്തിൻ്റെ അത്യത്ഭുതത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധവിമോഹസാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദఝരീ ച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. മായാ യത്ര കഥാ അഭി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യഃ ബഹിഃ ശോക ക്രോധ വിമോഹ സാധ്വസ മുഖാഃ ഭാവാഃ തു ദൂരം ഗതാഃ സാന്ദ്ര ആനന്ദഝരീ ച യത്ര പരമ ജ്യോതി പ്രകാശ ആത്മകേ തത തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. വിഭോ, സർവവ്യാപിയായ ഭഗവാനെ ജഗദ്ഭ്യഃ ബഹിഃ ഭാതേ യത്ര, ലോകങ്ങളുടെയെല്ലാം പുറത്ത് വിളങ്ങുന്ന ആ സ്ഥലത്ത് മായ കഥാപി നോ വികുരുതേ, മായ ഒരിക്കലും ഭേദബോധം ജനിപ്പിക്കുന്നില്ല, മായ ഒരിക്കലും വികാരത്തെ ജനിപ്പിക്കുന്നില്ല. ശോകക്രോധ വിമോഹ സാധ്വ സമുഖാഃ ഭാവാഃ തു ദൂരം ഗതാഃ, ദുഃഖം, കോപം, മൗഢ്യം, ഭയം മുതലായ മനോഭാവങ്ങളാവട്ടെ ദൂരെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. പരമജ്യോതിപ്രകാശാത്മകേ യത്ര സാന്ദ്രാനന്ദഝരീ ച, മഹാ തേജപ്രകാശരൂപമായ ആ പ്രദേശത്ത് പരമാനന്ദപ്രവാഹവും ഉണ്ട്. വിഭാവിതം തത് വൈകുണ്ഠരൂപം തേ ധാമ വിജയതേ, ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠമെന്ന നിൻ തിരുവടിയുടെ വാസസ്ഥാനം വിജയിച്ചരുളുന്നു.
അല്ലയോ മഹാശക്തനായ ഭഗവാനെ, ഈ 14 ലോകങ്ങൾക്കെല്ലാം മേലെ ശോഭിക്കുന്ന യാതൊന്നിൽ മായ ഒരിക്കലും വികാരത്തെ പ്രാപിക്കുകയില്ലയോ? മായ വികാരം കൊള്ളുന്നില്ലയോ? ദുഃഖം, കോപം, ദേഹാദികളിലുള്ള അഭിമാനം, ഭയം മുതലായ മനോവികാരങ്ങൾ യാതൊന്നെങ്കിൽ നിന്നും അകന്നിരിക്കുന്നുവോ? ആ വൈകുണ്ഠലോകം സൂര്യാദി ജ്യോതിസ്സുകൾക്ക് പോലും പ്രകാശത്തെ നൽകുന്നതിനുള്ള ശക്തിയെ കൊടുക്കുന്ന പരമ ജ്യോതിസ്സാകുന്ന പ്രകാശത്തോടുകൂടിയ യാതൊന്നെങ്കിൽ വസിക്കുന്നവർക്ക് എപ്പോഴും ബ്രഹ്മാനന്ദം മാത്രം ഉണ്ടാകുന്നുവോ? അങ്ങനെയുള്ള ഏകാത്ഭുതമായ വൈകുണ്ഠലോകത്തെ അങ്ങ് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. ആ വൈകുണ്ഠമെന്ന അങ്ങയുടെ വാസസ്ഥാനം എല്ലാറ്റിനും മീതെ വിളങ്ങുന്നു. അങ്ങനെയുള്ള വൈകുണ്ഠലോകം വിജയിക്കട്ടെ. വൈകുണ്ഠലോകത്തിൽ മാത്രമാണ് അഹങ്കാരാദികളായ മായാകാര്യങ്ങളോ ശോകക്രോധാദികളായ മനോവികാരങ്ങളോ ഇല്ലാത്ത ലോകം. സൂര്യൻ്റെ പ്രഭ പോലും മങ്ങിപ്പോകത്തക്ക രീതിയിൽ അത്രമാത്രം തേജസ്മയമാണ് ആ ലോകം. പരമാനന്ദമയവുമാണ്. ഈ വിധം ലോകം വേറെയൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് വൈകുണ്ഠം ഏകാത്ഭുതമെന്ന് മുൻ ശ്ലോകത്തിൽ പറയുവാൻ കാരണം. അങ്ങനെയുള്ള വൈകുണ്ഠലോകം മറ്റു ലോകങ്ങളെയെല്ലാം ജയിക്കുന്നു. മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധവിമോഹസാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദഝരീ ച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ശ്ലോകം 5. ഭഗവത് സാരൂപ്യം പ്രാപിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ മാത്രമേ വൈകുണ്ഠത്തിലുള്ളൂ എന്ന് പറയുന്നു. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവദാദത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേ. യസ്മിൻ നാമ ചതുർഭുജാഃ ഹരിമണി ശ്യാമാ അവതാത ദ്വിഷഃ നാനാഭൂഷണ രത്ന ദീപിത ദിശഃ രാജത് വിമാന ആലയാഃ ഭക്തിഃ പ്രാപ്ത തഥാവിധ ഉന്നത പദാഃ ദീവന്തി ദിവ്യാഃ ജനാഃ തദ് തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. യസ്മിൻ നാമ ചതുർഭുജാഃ, ആ വൈകുണ്ഠലോകത്തിൽ 4 കൈകളാലും ഹരിമണി ശ്യാമാവതാദദ്വിഷഃ, നീലരത്നം പോലെ തെളിഞ്ഞ നീലനിറവുമായി നാനാഭൂഷണ രത്ന ദീപിത ദിശഃ, രത്നപ്രകാശം പരത്തുന്ന പല വക ഭൂഷണങ്ങളണിഞ്ഞ് രാജത് വിമാനാലയഃ, മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ പാർക്കുന്ന ഭക്തിപ്രാപ്ത തഥാ വിധോന്നത പദാഃ, ഭക്തി കൊണ്ട് ആ വിധം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ദിവ്യാഃ ജനാഃ ദീവന്തി, ദിവ്യജനങ്ങളാണ് വിളയാടുന്നത്. നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം തേ തദ് ധാമ ജയേത്, മാലിന്യമെല്ലാം അകന്ന വൈകുണ്ഠമെന്ന നിൻ തിരുവടിയുടെ ആ ലോകം വിജയിച്ചരുളുമാറാകട്ടെ.
ആ വൈകുണ്ഠം എന്ന ലോകത്തിൽ ശുദ്ധ സത്വമയമായ മൂർത്തികളും 4 കൈകളോടു കൂടിയവരും ഇന്ദ്രനീലക്കല്ലുപോലെ നീലനിർമ്മല കാന്തിയുള്ളവരും പല മാതിരി ആഭരണങ്ങളിൽ പതിച്ചിട്ടുള്ള രത്നങ്ങളാൽ ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവരും ശോഭയേറിയ വിമാനത്തിൽ വസിക്കുന്നവരും ഭക്തി കൊണ്ട് തന്നെ ആ ഉന്നത സ്ഥാനത്തെ പ്രാപിച്ചവരുമായ പുണ്യജനങ്ങൾ വിളങ്ങുന്നവോ സകല അജ്ഞാനത്തെയും അജ്ഞാന ഫലങ്ങളെയും നശിപ്പിക്കുന്ന വൈകുണ്ഠമെന്ന ഭഗവാന്റെ ആ സ്ഥാനം ജയിക്കട്ടെ. ഭഗവാനെ പോലെ തന്നെ ശംഖുചക്രം ഗദാപത്മം ധരിച്ച 4 കൈകളും നീലനിറവും കിരീട ഘടകാങ്കാദികളായ രത്നഭൂഷണങ്ങളും വിമാന ഗൃഹങ്ങളുള്ളവരും, അതായത് മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങൾ പോലെയുള്ള ഗൃഹങ്ങൾ ഉള്ളവരുമായ വിഷ്ണുവിൻ്റെ സാരൂപ്യം പ്രാപിച്ചവരാണ് വൈകുണ്ഠ ലോകവാസികളെല്ലാം തന്നെ. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്ന് 4 സിദ്ധികളാണ് ഭഗവത് ഭക്തന്മാർക്ക് യഥാക്രമം ലഭിക്കുവാനുള്ളത്. അതായത് ആദ്യം ഭഗവാന്റെ ലോകത്തെത്തും, അത് സാലോക്യം. പിന്നെ സമീപത്തിലെത്തും, അത് സാമീപ്യം. പിന്നീട് ഭഗവാനെ പോലെയാവും, അത് സാരൂപ്യം. ഒടുവിൽ ഭഗവാനിൽ ലയിക്കും, അത് സായുജ്യം. ഇവയിൽ 3 സിദ്ധികളും കൈവന്ന ഭക്തന്മാരെയാണ് ഇവിടെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. സാരൂപ്യം കൈവന്ന ഭക്തന്മാരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിജയിച്ചരുളുമാറാകട്ടെ എന്ന പ്രാർത്ഥനയ്ക്ക് ഇവിടെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങണമേ എന്നതാണ് സാരം. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവതാദത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേ. ശ്ലോകം 6. ലക്ഷ്മീദേവിയെ വൈകുണ്ഠത്തിൽ പ്രത്യക്ഷമായി കാണാമെന്ന് പറയുന്നു. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുദ്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. നാനാ ദിവ്യവധൂജനൈഃ അഭിവൃതാ വിദ്യുത് ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിത അശാന്തരാ ത്വത്പാദാംബുജ സൗരഭക കുതുകാ ലക്ഷ്മീഃ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത് തേ പദം ദേഹി മേ. നാനാവിധ ദിവ്യവധൂജനൈഃ അഭിവൃതാ, അനേകം ദിവ്യസ്ത്രീകൾ ചുറ്റും നിന്ന് സേവിച്ചുകൊണ്ടും വിദ്യുത് ലതാതുല്യയ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ, എല്ലാവരെയും മോഹിപ്പിക്കുന്ന മിന്നൽ കൊടി പോലെയുള്ള മനോഹരവും കോമളവുമായ ശരീരം കൊണ്ട് വിദ്യോതിത അശാന്തര ലക്ഷ്മീഃ ത്വത് പാദാംബുജ സൗരഭൈക കുതുക, ദിക്കെല്ലാം തിളങ്ങിക്കൊണ്ടും ലക്ഷ്മീദേവി നീ തിരുവടിയുടെ പാദാരവിന്ദങ്ങളുടെ സൗരഭ്യത്തിൽ അത്യാസക്തയായി യസ്മിൻ സ്വയം ലക്ഷ്യത്തെ,
എവിടെ പ്രത്യക്ഷമായി കാണപ്പെടുന്നുവോ, വിസ്മനീയ ദിവ്യവിഭവം, അത്ഭുതമുളവാക്കുന്ന ദിവ്യവസ്തുക്കളുള്ള തേ തത് പദം മേ ദേഹി. നിന്തിരുവടിയുടെ ആ ലോകം, ആ വൈകുണ്ഠം എനിക്ക് നൽകണമേ. യാതൊരു ലോകത്തിൽ അങ്ങയുടെ പാദാംബുജങ്ങളുടെ സൗരഭ്യത്തിലുള്ള ഒരിക്കലും അഴിവില്ലാത്ത കൗതുകത്താൽ പല പ്രകാരത്തിലുള്ള ദിവ്യജനങ്ങളാൽ അകമ്പടി സേവിക്കപ്പെട്ടവളും മിന്നൽ കൊടിയോട് തുല്യമായി സകല ലോകത്തെയും ഭ്രമിപ്പിക്കത്തക്ക അഴകേറിയ ശരീരം കൊണ്ട് സകല ദിക്കുകളെയും വിദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നവളും ആശ്ചര്യകരങ്ങളായ ദിവ്യോപകരണങ്ങളോടുകൂടിയവളുമായ ലക്ഷ്മി ദേവി തനിയെ പ്രത്യക്ഷമായിരിക്കുന്നുവോ, അങ്ങനെയുള്ള അങ്ങയുടെ ആ വാസസ്ഥാനം എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. യസ്മിൻ വിസ്മനീയ ദിവ്യവിഭവം എന്നുള്ളത് വൈകുണ്ഠത്തിൻ്റെ വിശേഷണവും ആകാം. സമ്പത്തിൻ്റെ അതിദേവതയായ ലക്ഷ്മി ദേവി മിന്നൽ കൊടി പോലെ ആ ഐശ്വര്യദേവത എവിടെയും സ്ഥിരമായി നിൽക്കുന്നില്ല എങ്കിലും വൈകുണ്ഠത്തിൽ എപ്പോഴും ഉണ്ടാകും. വൈകുണ്ഠം പരമാനന്ദം അനുഭവിക്കുന്ന സ്ഥലമാണ്. അവിടെ പരമാനന്ദ സ്വരൂപനായ ഭഗവാനുണ്ട്. അതിനാൽ ലക്ഷ്മി ദേവിക്ക് ഭഗവത് പാദാരവിന്ദങ്ങളുടെ സൗരഭ്യം ആസ്വദിക്കുന്നതിലുള്ള അത്യാസക്തിയിനാലും ആനന്ദത്തെ ആസ്വദിക്കുന്നതിലുള്ള ആശയിനാലും എപ്പോഴും വൈകുണ്ഠത്തിൽ വസിക്കുന്നു. ലക്ഷ്മി ദേവിക്ക് ഭഗവാന്റെ പാദപത്മ സൗരഭ്യത്തിൽ അതിയായ കൗതുകത്തെ വർണ്ണിച്ചതുകൊണ്ട് ലക്ഷ്മിക്ക് വണ്ടിൻ്റെ സദൃശ്യം തോന്നാം. വണ്ട് ഒരു പുഷ്പത്തിലും ഉറച്ചു നിൽക്കാത്തതുപോലെയും വണ്ടിനും താമരപ്പൂ പോലെ ചില പൂക്കളിൽ അത്യാസക്തി ഉണ്ടാകുന്നത് പോലെയും ലക്ഷ്മി ദേവിയും ഭഗവാന്റെ പാദപത്മ സൗരഭ്യത്തിലുള്ള അതികൗതുകം കാരണമാകി ലക്ഷ്മിയുടെ ആ ചപല സ്വഭാവം ഇല്ലാതായിരിക്കുന്നു എന്ന് തോന്നുന്നു. ഭഗവാന്റെ കൂടെ എപ്പോഴും ലക്ഷ്മിയും കൂടെ പ്രത്യക്ഷമായി കാണുന്നു എന്നർത്ഥം. ഭഗവത് ഭക്തന്മാരുടെ ഇടയിലും ഐശ്വര്യദേവതയും കൂടെ ഉണ്ടാവും. എനിക്ക് ആ വൈകുണ്ഠം നൽകണമേ എന്ന് ഭട്ടതിരി പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ഭക്തജനങ്ങളെപ്പോലെ ഭഗവത് സാരൂപ്യം താൻ ആഗ്രഹിക്കണമെന്നും സായുജ്യത്തേക്കാൾ താൻ ആഗ്രഹിക്കുന്നത് സാരൂപ്യമാണെന്നും ഇവിടെ ഒരു സൂചന ലഭിക്കുന്നു. സായുജ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തിമാധുര്യം ആസ്വദിക്കുവാൻ സാധിക്കില്ലല്ലോ എന്നതാണ് ഭട്ടതിരിയുടെ ചിന്തന. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുദ്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ശ്ലോകം 7. ആ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ദിവ്യമംഗളരൂപവും ബ്രഹ്മാവ് കണ്ടുവെന്ന് വർണ്ണിക്കുന്നു. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാംഗിതമാത്തകൗസ്തുഭമണിച്ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധി തത്തേ വിഭോ ഭാതു മേ. തത്ര ഏവം പ്രതിദർശിതേ നിജപതേ രത്നാസന അധ്യാസിതം ഭാസ്വത് കോടി ലസത് കിരീട കടക ആദി ആകൽപ ദീപ്ര ആകൃതി ശ്രീവത്സാംഗിതം ആത്ത കൗസ്തുഭമണി ഛായ അരുണം
കാരണം വിശ്വേഷാം തവ രൂപം ഐഷത വിധിഃ തത് തേ വിഭോ ഭാതു മേ. ഏവം പ്രതിദർശിതേ തത്ര. ഇപ്രകാരം കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠലോകത്തിൽ നിജപദേ രത്നാസനാ അധ്യാസിതം, തൻ്റെ സ്ഥാനത്ത് രത്നസിംഹാസനത്തിൽ ഇരുന്നരുളുന്നതും ഭാസ്വത് കോടി ലസത് കിരീട കടക ആദി ആകൽപദീപ്ര ആകൃതി. സൂര്യസമൂഹം പോലെ ശോഭിക്കുന്ന കിരീടം ഘടകാദികളായ ആഭരണങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതും ശ്രീവത്സാങ്കിതം ശ്രീവത്സചിഹ്നം ചേർന്നതും ആത്ത കൗസ്തുഭമണി ഛായാരുണം കൗസ്തുഭരത്നപ്രഭ കൊണ്ട് തുടുത്തതും വിശ്വേഷാം കാരണം എല്ലാത്തിൻ്റെയും കാരണമായിട്ടുള്ള തവ രൂപം നിൻ തിരുവടിയുടെ രൂപം വിധിഃ ഐഷത ബ്രഹ്മാവ് കണ്ടു. വിഭോ തേ തത് മേ ഭാതു സർവവ്യാപിയായ ഗുരുവായൂരപ്പ നിൻ തിരുവടിയുടെ ആ രൂപം എനിക്ക് തെളിഞ്ഞു തോന്നണമേ. ഇപ്രകാരം നിൻ തിരുവടി കാണിച്ചു കൊടുത്ത തൻ്റെ ലോകത്തിൽ രത്നസിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നതും അനേക കോടി സൂര്യബിംബങ്ങളുടെ സമൂഹം പോലെ ശോഭിക്കുന്ന കിരീടം കൈക്കെട്ട് മുതലായ അലങ്കാരങ്ങളാൽ വിളങ്ങുന്ന ആകൃതിയോടു കൂടിയതും ശ്രീവത്സമെന്ന മറുവുള്ളതും അണിഞ്ഞിട്ടുള്ള കൗസ്തുഭമണിയുടെ കാന്തി കൊണ്ട് വെൺചുപ്പ് നിറത്തോടു കൂടിയതും സകല ചരാചരങ്ങൾക്കും കാരണവുമായ നിൻ തിരുവടിയുടെ രൂപത്തെ ബ്രഹ്മാവ് കണ്ടു. അല്ലയോ ഭഗവാനെ, അത് എനിക്കും പ്രത്യക്ഷമാകട്ടെ. സർവവ്യാപിയായ ഭഗവാൻ സത്യലോകത്തിലിരിക്കുന്ന ബ്രഹ്മാവിന് ലോകങ്ങളുടെയെല്ലാം പുറത്തുള്ള വൈകുണ്ഠലോകവും അവിടുത്തെ വൈകുണ്ഠരൂപവും കാണിച്ചു കൊടുത്തു. നിൻ തിരുവടിക്ക് ഈ ഗുരുവായൂരിലിരുന്ന് ഭജിക്കുന്ന എനിക്ക് ആ രൂപം കാണിച്ചു തരുവാൻ ഒട്ടും പ്രയാസമുണ്ടാവില്ല. ബ്രഹ്മാവാണ് പ്രപഞ്ചങ്ങളുടെയെല്ലാം കാരണമെന്ന് ഉപനിഷദ്വാക്യങ്ങളും ബ്രഹ്മസൂത്രവും മറ്റും പറയുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ ശുദ്ധസത്വമയമായ രൂപമാണിവിടെ വർണ്ണിച്ച വൈകുണ്ഠമൂർത്തി. അങ്ങനെ നോക്കുമ്പോൾ ആ സ്ഥിതിക്ക് നിൻ തിരുവടിയും പ്രപഞ്ചകാരണമാണല്ലോ. അതാണ് വിശ്വേഷാം കാരണമെന്ന് പറഞ്ഞതിൻ്റെ സാരം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിച്ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധി തത്തേ വിഭോ ഭാതു മേ. ശ്ലോകം 8. കാളാംഭോദകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിതസ്യന്തഃപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേ. കാള അംബോധ കളായ കോമള രുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനാം ഉദാര മന്ദഹസിത സ്വന്ത പ്രസന്ന ആനനം രാജത കമ്പു ഗദാ അരി പങ്കജധര ശ്രീമദ് ഭുജാ മണ്ഡലം സ്രഷ്ടുഃ തുഷ്ടികരാം വപുഃ തവ വിഭോ മദ്രോഗം ഉദ്വാസയേത്. വിഭോ സർവശക്തനായ ഭഗവാനെ,
കാളാംബോധകളായ കോമളരുചീ ചക്രേണ. കാർമേഘം പോലെയും കായാമ്പു പോലെയും കോമളമായ കാന്തിപടലം കൊണ്ട് ദിശാം ചക്രം ആവൃണ്വാനം ദിക്കുകളെല്ലാം മൂടുന്നതും ഉദാര മന്ദഹസിത സ്യന്ത പ്രസന്നാനനം സുന്ദര മന്ദഹാസം പൊഴിയുന്ന തെളിഞ്ഞ മുഖത്തോടു കൂടിയതും രാജൻ കമ്പു ഗധാരി പങ്കജധര വിളങ്ങുന്ന ശംഖചക്ര ഗദാപത്മം ധരിച്ച ശ്രീമദ് ഭുജാമണ്ഡലം 4 തൃക്കൈകളുള്ളതും സൃഷ്ടുഹു തുഷ്ടികരം ബ്രഹ്മാവിന് സന്തോഷം നൽകുന്നതുമായ തവ വപുഹു മദ്രോഗം ഉദ്വാസയേത് നിൻ തിരുവടിയുടെ തിരുവുടലിൻ്റെ രോഗത്തെ ദൂരീകരിക്കണമേ. അല്ലയോ വിഭോ, കാർമേഘം കായാമ്പൂ ഇവ പോലെ സുന്ദരമായ കോമളമായ മനോഹരമായിട്ടുള്ളതും കാന്തിപടലം കൊണ്ട് ദിക്കുകളെയെല്ലാം മറയ്ക്കുന്നതും അതിമനോഹരമായ പുഞ്ചിരിയുടെ നിരന്തരമായ സാന്നിധ്യം കൊണ്ട് പ്രസന്നമായ മുഖത്തോടു കൂടിയതും ശോഭയുള്ള ശംഖഗദാചക്രം താമര ഇവ ധരിച്ച അനേകം തൃക്കൈകളുള്ളതും ബ്രഹ്മാവ് കണ്ട് ആനന്ദിച്ചതുമായ അങ്ങയുടെ തിരുവുടൽ ആ ദർശനം എൻ്റെ രോഗത്തെ ദൂരീകരിക്കണമേ എന്ന് ഭട്ടതിരി പ്രാർത്ഥിക്കുന്നു. 1-ാമത്തെ ദശകത്തിൽ 6-ാം ശ്ലോകം കൊണ്ടും 2-ാമത്തെ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങൾ കൊണ്ടും വർണ്ണിച്ച വൈകുണ്ഠരൂപം തന്നെയാണ് ഇവിടെ 7ഉം 8ഉം ശ്ലോകങ്ങളിൽ കൂടി വർണ്ണിച്ചത്. ആവർത്തിച്ച് വർണ്ണിക്കുമ്പോൾ ആ ഭഗവാന്റെ വൈകുണ്ഠരൂപം മനസ്സിൽ പതിയും. നമുക്കും ഭഗവാന്റെ ആ വൈകുണ്ഠരൂപത്തെ ആവർത്തിച്ച് സ്മരിക്കും തോറും മനസ്സിൽ തന്നെ അത് തങ്ങി നിൽക്കും. എപ്പോഴെല്ലാം ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും ഭട്ടതിരി വർണ്ണിച്ചതുപോൽ ആ രൂപം തന്നെ മനസ്സിൽ ഓടിയെത്തും. അത് സാമീപ്യമായിത്തീരും. ഗുരുവായൂരപ്പൻ്റെ സാമീപ്യത്തിൽ എത്തിച്ചേരും മനസ്സ്. പിന്നീട് ഭഗവാനിൽ ലയിച്ച് സായുജ്യമടയുകയും ചെയ്യാം. കാളാംബോധകളായ കോമളരുചീ ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിതസ്യന്തഃപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേ. ശ്ലോകം 9. വൈകുണ്ഠമൂർത്തിയോടുള്ള ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന വിവരിക്കുന്നു. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂ ത്വത്പാദപാഥോരുഹേ ഹർഷാവേശവശം വതോ നിപതിത പ്രീത്യാ കൃതാർത്ഥീ ഭവൻ. ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാ പാദയ ദ്വൈതാദ്വൈതഭവത്സ്വരൂപ പരമിത്യാജഷ്ടതം ത്വാം ഭജേ. ദൃഷ്ട്വാ സംഭൃത സംഭ്രമഃ കമലഭൂഃ ത്വത് പാദപാഥോരുഹേ ഹർഷ ആവേശ വശം വദഃ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥിഭവൻ. ജ്ഞാനാസി ഏവ മനീഷിതം മമ വിഭോ ജ്ഞാനം തത് ആപാദയ ദ്വൈത അദ്വൈത ഭവത്സ്വരൂപപരം ഇതി ആചഷ്ടം തം ത്വാം ഭജേ. ദൃഷ്ട്വാ വൈകുണ്ഠമൂർത്തിയായ നിൻ തിരുവടിയെ കണ്ടപ്പോൾ സംഭൃത സംഭ്രമഃ പരിഭ്രമത്തോടുകൂടി കമലഭൂഹു ആ ബ്രഹ്മാവ് ത്വത്പാദ പാഥോരുഹേ നിൻ തിരുവടിയുടെ പാതാരവിന്ദത്തിൽ ഹർഷാവേശ വശം വദഃ
പരമാനന്ദ പരവശനായി നിപതിത വീണ് നമസ്കരിച്ച് പ്രീത്യ കൃതാർത്ഥി ഭവൻ സന്തോഷിച്ച് കൃതാർത്ഥനായിട്ട് വിഭോ സർവാന്തര്യാമിയായ ഭഗവാനെ മമ മനീഷിതം എൻ്റെ ആഗ്രഹം ധ്യാനാസി ഏവ നീ തിരുവടി അറിയുന്നുണ്ട് തീർച്ചയാണ് ദ്വൈത അദ്വൈത ഭവത് സ്വരൂപപരം പ്രപഞ്ചം ബ്രഹ്മം എന്ന രണ്ട് വിധത്തിലുള്ള അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ച് തത് ജ്ഞാനം മമ ആബാധയ ശരിയായ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കിത്തരയണമേ ഇതി ആചഷ്ട എന്ന് പറഞ്ഞു തം ത്വാം ഭജേ ആ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു. ബ്രഹ്മാവ് അങ്ങയുടെ വിസ്മയമുണർത്തുന്ന ദർശനത്താൽ വളരെ സംഭ്രമിച്ച് ആനന്ദപരവശനായി തീർന്നു. സന്തോഷത്തിൻ്റെ ഉന്മേഷത്താൽ അങ്ങയുടെ പാദപത്മത്തിൽ വീണ് വണങ്ങി നമസ്കരിച്ചു. സംതൃപ്തിയോടെ കൃതാർത്ഥതയോടെ പറഞ്ഞു, അല്ലയോ വിഭോ സർവശക്ത, എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം, അതായത് പ്രപഞ്ച സൃഷ്ടിക്കുള്ള ആഗ്രഹം ഇന്നതാണ് എന്ന് അങ്ങക്ക് അറിയാമല്ലോ. ദ്വൈതമായിട്ടും അതായത് പലതായിട്ടും, അദ്വൈതമായിട്ടും അതായത് ഏകമായിട്ടും ഇരിക്കുന്ന അങ്ങയുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ ഭജിക്കുന്നു. ആദ്യകൽപ്പത്തിൽ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ നാഭീകമലത്തിൽ നിന്നും ജനിച്ചു എന്ന് നാം മനസ്സിലാക്കി. അതിനാൽ ഇവിടെ ഭട്ടതിരി ബ്രഹ്മാവിനെ കമലഭൂഹു എന്ന് സംബോധന ചെയ്ത് വിരാടപുരുഷൻ്റെ ശിരസായ സത്യലോകത്തിൽ പ്രത്യക്ഷീഭവിച്ചതായിട്ടും വർണ്ണിച്ചു. ഇപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ കണ്ടത് പരമസുന്ദരമായ ഭഗവാന്റെ രൂപത്തെയാണ്. അത് തനിക്ക് കാണുവാൻ സാധിക്കുമെന്നോ എന്നൊന്നും ബ്രഹ്മാവിന് വിചാരമുണ്ടായിരുന്നില്ല. പെട്ടെന്നത് കണ്ടപ്പോൾ സന്തോഷാതിശയത്താൽ എന്തു ചെയ്യണമെന്നറിയാത്തതുകൊണ്ട് സംഭ്രമമുണ്ടായി. എന്നിട്ട് ഭഗവാന്റെ പാതാരബിന്ദത്തിൽ വീണ് നമസ്കരിച്ചു. തൻ്റെ ആഗ്രഹത്തെ അറിഞ്ഞിട്ടാണ് തൻ്റെ സ്വരൂപത്തെ ഭക്തന് പ്രകാശിപ്പിച്ചതെന്ന് മനസ്സിലായി. ഏകമായിട്ടുള്ളതിനെക്കുറിച്ചും പലതായിട്ടുള്ളതിനെക്കുറിച്ചും അതായത് രണ്ട് സ്വരൂപത്തിൻ്റെയും വിശദമായ ജ്ഞാനം അറിവിനെ തന്നെയാണ് ഇവിടെ അപേക്ഷിക്കുന്നത്. മായയെ സ്വീകരിച്ച് നാനാരൂപം കൈക്കൊണ്ടിട്ടുള്ള ഭഗവാന്റെ ദ്വൈതരൂപത്തിൻ്റെ അറിവ് തനിക്ക് സൃഷ്ടി ചെയ്യുവാൻ കഴിവുണ്ടാകും. എന്നാൽ എല്ലാം ഒന്നാണ് എന്ന അദ്വൈതബോധം ഉണ്ടാവാതിരുന്നാൽ കർമ്മബന്ധം ഉണ്ടാവുകയും ചെയ്യും. ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന അഹംഭാവം വരാം. ഏകനായ ഭഗവാനാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നൊരു ബോധം വരണം. അതാണ് അദ്വൈത സ്വരൂപത്തിൻ്റെയും ശരിയായ ബോധമുണ്ടാക്കിത്തരണമെന്ന് ഭട്ടതിരി ഇവിടെ അപേക്ഷിക്കുവാൻ കാരണം. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂ ത്വത്പാദപാഥോരുഹേ ഹർഷാവേശവശം വതോ നിപതിത പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാ പാദയ ദ്വൈതാദ്വൈത ഭവത്സ്വരൂപ പരമിത്യാജഷ്ടതം ത്വാം ഭജേ. ശ്ലോകം 10 ഭഗവാൻ അനുഗ്രഹിച്ചതായി വിവരിക്കുന്നു. ആതാമ്രേ ചരണേ വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സർഗവിധിഭിർബന്ധോഭി സഞ്ജായതേ ഇത്യാഭാഷ്യഗിരം പ്രദോഷ്യ നിതരാം തच्चित्तगूढस्वयं സൃഷ്ടൗ തം സമുദൈരയഃ സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. ആതാമ്രേ ചരണേ വിനമ്രം അധ തം
ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധഃ തേ ഭവിതാ ന സർഗവിധിഭിः ബന്ധഃ അപി സഞ്ജായതേ ഇതി ആഭാഷ്യ ഗിരം പ്രദോഷ്യ നിധരാം തത് ചിത്തകൂടഃ സ്വയം സൃഷ്ടൗ തം സമുദ്ധൈരയഃ സ ഭഗവൻ ഉല്ലാസയാ ഉല്ലാഘതാം. അത ആദാമ്രേ ചരണേ വിനമ്രം തം. ഭഗവാന്റെ ചുവന്ന തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച ആ ബ്രഹ്മാവിനെ ഉടനെ ഹസ്തേന ഹസ്തേ സ്പൃശൻ കൈകൊണ്ട് കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ച് തേ ബോധഃ ഭവിത അങ്ങക്ക് ജ്ഞാനം ഉണ്ടായിക്കൊള്ളും. സർഗവിധിഭിः ബന്ധഃ സൃഷ്ടിപ്രവൃത്തികൾ കൊണ്ട് കർമ്മബന്ധം അഭി ന സംജായതേ ഉണ്ടാവുകയില്ല. ഇതി ഗിരം അഭാഷ്യ എന്ന വാക്കുകൾ പറഞ്ഞ് നിധരാം പ്രദോഷ്യ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ട് സ്വയം തത് ചിത്തകൂടഃ തന്നെത്താൻ ആ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്നു. തം സൃഷ്ടൗ സമുദ്ധൈരയഃ ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു. ഭഗവൻ സഹ ത്വം ഉല്ലാഘതാം ഉല്ലാസയ ഭഗവാനെ ആ നിൻ തിരുവടി ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചു തരയണമേ. ബ്രഹ്മാവ് പൂർണ്ണ വിനയത്തോടെ നിൻ തിരുവടിയുടെ അല്പം ചുവന്ന സിന്ദൂരപാദങ്ങളിൽ നമസ്കരിച്ചു. ആ ബ്രഹ്മാവിൻ്റെ കൈകൾ ഭഗവാന്റെ കൈകളാൽ തൊട്ട് എഴുന്നേൽപ്പിച്ച് ബ്രഹ്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് സൃഷ്ടിക്കാവശ്യമായ പ്രാർത്ഥിതമായ ജ്ഞാനം അറിവ് സിദ്ധിക്കും. സൃഷ്ടിയുടെ കർമ്മങ്ങളിൽ അതായത് ആ പ്രവർത്തനങ്ങളാൽ നിനക്ക് ശരീരബന്ധം ഉണ്ടാവുകയില്ല. അതായത് ബ്രഹ്മാവ് കളങ്കപ്പെടുകയില്ല എന്ന് ഉറപ്പ് നൽകി. അങ്ങനെ ബ്രഹ്മാവിനെ അങ്ങേയറ്റം പ്രസാദിപ്പിച്ചു. ഏറ്റവും സന്തോഷിച്ച ബ്രഹ്മാവിൻ്റെ മനസ്സിൽ സ്വയം കടന്നിരുന്നു കൊണ്ട് പ്രവേശിച്ചിട്ട് അവൻ്റെ സൃഷ്ടികർമ്മത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ട് സഹായിച്ചു. അങ്ങനെ അനന്തശക്തിയുള്ള അങ്ങ് എനിക്ക് ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചു തരയണമേ എന്നതായിരുന്നു ഭട്ടതിരിയുടെ പ്രാർത്ഥന. ഈ ദശകത്തിൽ കഴിഞ്ഞ 5 ശ്ലോകങ്ങളിലും ശ്രീ ഭട്ടതിരി തുടർച്ചയായി ഓരോ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ഒന്നിൽ വൈകുണ്ഠലോകം എനിക്ക് നൽകണമേ, അതിനുള്ള ഭാഗ്യം എനിക്കില്ലെങ്കിൽ അടുത്തതിൽ അവിടുത്തെ സുന്ദര രൂപം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങണമേ, അടുത്തതിൽ എൻ്റെ രോഗം മാറ്റിത്തരണമേ. ബ്രഹ്മാവിനെ അനുഗ്രഹിക്കുവാൻ ഒരുങ്ങിയ നിൻ തിരുവടിയെ ഞാൻ ഭജിക്കുന്നു, എനിക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ചു തരയണമേ എന്നതാണ് പ്രാർത്ഥനകൾ. 4 ശ്ലോകത്തിലും വിഭോ എന്ന് ഒടുവിൽ ഭഗവാൻ എന്നും വിളിച്ചു. സർവശക്തനും സർവവ്യാപിയുമായതുകൊണ്ട് തൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം ഭഗവാൻ അറിയാം എന്നും ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർണനായതുകൊണ്ട് തൻ്റെ അഭിഷ്ടം നിറവേറ്റുവാൻ ഭഗവാന് ഒട്ടും പ്രയാസമില്ലെന്നും സൂചിപ്പിക്കുന്നു. ഭാഗവതം 2ാം സ്കന്ധം 9ാം അധ്യായത്തിലെ കഥയാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. ആതാമ്രേ ചരണേ വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സർഗവിധിഭിർബന്ധോഭി സഞ്ജായതേ ഇത്യാഭാഷ്യ ഗിരം പ്രദോഷ്യ നിതരാം തच्चित्तगूढस्वयं സൃഷ്ടൗ തം സമുദൈരയഃ സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. അടുത്ത ദശകത്തിൽ സ്വയംഭൂവായ ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്ന് വിവരിക്കുന്നു. ദശകം 7 പാരായണം.
एवं देवचतुर्दशात्मकजगद्रूपेण जातः पुनः तस्योर्ध्वं खलु सत्यलोकनिलये जातोऽसि धाता स्वयं यं शंसन्ति हिरण्यगर्भमखिलत्रैलोक्यजीवात्मकं यो भूत्स्फीतरजो विकारविकसन् नानासिसृक्षारसा सोऽयं विश्वविसर्गदत्तहृदय सम्पश्यमानः स्वयं बोधं खल्वनवाप्य विश्वविषयं चिन्ताकुलस्तस्थिवान् तावत् त्वं जगदां पदे तपतपेत्येवं हि वैहायसीं वाणीमेनमशिश्रव श्रुतिसुखां कुर्वन् तपः प्रेरणाम् कोऽसौ मामवदत्पुमानिधि जलापूर्णे जगन्मण्डले दिक्षुद्वीक्ष्य किमप्यनीक्षितवदा वाक्यार्थमुत्पश्यता दिव्यं वर्षसहस्रमात्ततपसा तेन त्वमाराधिता तस्मै दर्शितवानसि स्वनिलयं वैकुण्ठमेकाद्भुतम् माया यत्र कदापि नो विकुरुते भादे जगद्भ्यो बहिः शोकक्रोधविमोहसाध्वसमुखा भावास्तु दूरं गता सान्द्रानन्दझरी च यत्र परमज्योतिप्रकाशात्मके तत्ते धाम विभावितं विजयते वैकुण्ठरूपं विभो यस्मिन्नाम चतुर्भुजा हरिमणिश्यामावदादत्विषो नानाभूषणरत्नदीपितदिशो राजद्विमानालया भक्तिप्राप्ततथा विधोन्नतपदा दिव्यन्ति दिव्या जना तत्ते धाम निरस्तसर्वशमलं वैकुण्ठरूपं जयेत् नानादिव्यवधूजनैरभिवृता विद्युद्लतातुल्यया विश्वोन्मादनहृद्यगात्रलतया विद्योदिदाशान्तरां त्वत्पादाम्बुजसौरभैककुतुका लक्ष्मी स्वयं लक्ष्यते यस्मिन् विस्मयनीयदिव्यविभवं तत्ते पदं देहि मे तत्रैवं प्रतिदर्शिते निजपदे रत्नासनाध्यासितं भास्वत्कोटिलसत्किरीटकटकाद्याकल्पदी प्राकृति श्रीवत्साङ्गितमात्तकौस्तुभमणिच्छायारुणं कारणं विश्वेषां तव रूपमैक्षतविधि तत्ते विभो भातु मे कालाम्भोदकलाय कोमलरुचिचक्रेण चक्रं दिशाम् आवृण्वानमुदारमन्दहसितस्यन्दप्रसन्नाननं राजत्कम्बुगदारि पङ्कजधर श्रीमद्भुजामण्डलं स्रष्टुस्तुष्टिकरं वपुस्तव विभो मद्रोगमुद्वासये दृष्ट्वा संभृतसम्भ्रमः कमलभू त्वत्पादपाथोरुहे हर्षावेशवशं वतो निपतिता प्रीत्या कृतार्थी भवन्
जानास्येव मनीषितं मम विभो ज्ञानं तदा पादय द्वैताद्वैतभवत्स्वरूपपरमित्याजष्टतं त्वां भजे आताम्रे चरणे विनम्रमधतं हस्तेन हस्ते स्पृशन् बोधस्ते भविता न सर्गविधिभिर्बन्धोऽभिसञ्जायते इत्याभाष्यगिरं प्रतोष्य नितरां तच्चित्तगूढस्वयं सृष्टौ तं समुदैरयः स भगवन् उल्लासयोल्लाघदाम्. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.